നാട്ടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ എന്തോ ചെയ്യണം? കുറെ പുത്തൻ ഉടുപ്പും എടുത്തിട്ട് ചുമ്മാ ട്രെയിനിൽ കയറി ഒരു യാത്ര നടത്തിയാൽ പോരെ? വിവിധ ജില്ലകളിലൂടെ പല ആൾക്കാരുടെയും സ്വഭാവങ്ങൾ അതിനകത്ത് പ്രകടിപ്പിക്കാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുമ്പോൾ പല രീതിയിലുള്ള കൾച്ചറുള്ള ആൾക്കാരാണ് അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷ കൈകാര്യം ചെയ്ത രീതിയിൽ വളരെ ക്ഷമാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. അങ്ങനെ കുറേ പേർ ഒരു ബോധവൽക്കരണ ബോൾത്തലിന് ഒരു ട്രെയിൻ പരിപാടി ഇട്ടു. ഒരു പച്ചക്കൊടിയും പടമെടുപ്പുമില്ലാതെ എന്ത് ട്രെയിൻ യാത്ര? ട്രെയിനിൽ യാത്ര എല്ലാ ആളുകൾക്കും ട്രെയിൻ തന്നെ ഒരു ലോകമാണ്. എല്ലാ മതം, എല്ലാ സമുദായം, എല്ലാ വികാരങ്ങൾ, എല്ലാ വിചാരങ്ങൾ, എല്ലാ പ്രായം, എല്ലാ രാഷ്ട്രീയം, എല്ലാവരും കൂടെയുള്ള ഒരു സംഘമാണല്ലോ മൊത്തത്തിൽ ട്രെയിനിങ്ങിന് പോകുന്നത്. ട്രെയിൻ തന്നെ ഒരു സംസ്ഥാനം, ലോകമാണ്. ട്രെയിൻ ഒരു ലോകമെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? കേരളത്തിൻ്റെ ഒരു തനി പകർപ്പ് തന്നെ ഈ മലബാർ ട്രെയിനിലുണ്ടല്ലോ. കോഴിക്കോട് കോയമ്പത്തൂർ ട്രെയിനിലെ സ്ഥിരം കാഴ്ചകളിലൊന്നാണിത്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷ കൈകാര്യം ചെയ്ത രീതിയിൽ വളരെ ക്ഷമാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. വളരെ ക്ഷമയോടെ തന്നെ കാര്യം അവതരിപ്പിക്കാൻ കാത്തിരുന്നു. അപ്പോഴുള്ള കാഴ്ച കാണണോ? മാലിന്യ പ്രശ്നം പറയാൻ ചെന്നവന്റെ മുഖത്തോട്ട് തന്നെ സിഗരറ്റ് കുറ്റി എറിയുന്നതാണ് ട്രെയിൻ കാഴ്ച. പടപേടിച്ചു പന്തളത്ത് ചെന്നപ്പോൾ എന്ന് കേട്ടിട്ടില്ലേ?